ഓരോ പുലിവാലേ. തുടക്കത്തിൽ തന്നെ പോലീസ് പിടിച്ചത് നന്നായി, ഇല്ലെങ്കിൽ നാളെ അവൻ വല്ല ബാങ്കും കൊള്ളടിച്ചാനെ. അതെ, നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമുണ്ടോ? ഒരു വക്കീലിനെ കൊണ്ടുവരല്ലേ നല്ലത്. ഇപ്പൊ തൽക്കാലം ഞാൻ തന്നെ വക്കീലാവാ. നന്നായിരിക്കും. ആണുങ്ങളായ ഒരു ധൈര്യം വേണം. പാടോ. ഇതുപോലെ നാടക റിഹേഴ്സലോ മറ്റോ ആണോ? പോലീസ് സ്റ്റേഷൻ, ചെറുവാറ്റ പോലീസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ. പോലീസുകാര്. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ മനുജ, അശരണനാം നിനക്കീശനെ ഭജിപ്പാൻ. അവസരം ഇനിയുമുണ്ടോ. സാർ ഇത്രയും സഹൃദയനാണെന്ന് ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോ തോന്നിയില്ല. ആദ്യത്തെ വിരട്ടലും മറ്റും കണ്ടപ്പോ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. സംഗീതത്തിന്റെയും കവിതയുടെയും മുന്നിൽ ഞാൻ എന്നും ഒരു ദുർബലനാണ്. ഞങ്ങളുടെ ഭാഗ്യം. അപ്പോൾ പകൽ നിങ്ങൾ വീടുകൾ തോറും പാട്ടുപാടി നടക്കും. അതെ, അങ്ങനെ കണ്ട വീടുകളിൽ രാത്രി കക്കാൻ കയറും. ഞങ്ങളുടെ പതിവ്. കളവന് സംഗീതത്തെ കൂട്ടുപിടിക്കണ്ട കള്ള റാസ്കൽസ്. നിന്നെ ഒതുക്കാനാണ് ഞാൻ ഈ കാക്കി കുപ്പായിട്ടിരിക്കുന്നത്. എടാ കിടിപിടികളല്ല ഒയ്യ മുറിച്ച് ഒറ്റക്കാലം നിൽക്കടാ. ഹാർമോണിയം തൊഴുതു നിൽക്കാൻ ഞാൻ വെളിച്ചപ്പാടൊന്നും അല്ല. കേറി വാ. കാര്യം എന്താണെന്ന് തുറന്നു പറ. കളവോ കൊലപാതകമോ? ഞാൻ കുറുപ്പ്, ഇത് അടിയോടി. അത് രണ്ടും ഒരു കുറ്റമല്ല സാർ. അതെന്റെ അച്ഛനാ. ഓ, ബ്ലാക്ക് മാർക്കറ്റ്. അച്ഛൻ മോന്റെ കളക്ഷൻ നോക്കി വന്നായിരിക്കും അല്ലേ? അല്ല, അവനൊരു വൃത്തികേട് കാണിച്ചതിന്റെ അകത്താണെന്ന് അറിഞ്ഞു. സാറ് മാന്യനായ ഒരു ഇൻസ്പെക്ടർ ആയതുകൊണ്ട് ഇവിടെ വരെ വന്ന് വിവരറിയാന്ന് വെച്ചു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. അല്ല, കുറുപ്പും ഒരു മാന്യനാണ്. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാർ അവനെ ചാർജ് ചെയ്തോളൂ. ഞങ്ങൾ വരട്ടെ. നിൽക്ക്. കുറുപ്പ് എന്ത് കുറുപ്പാണ്? കൃഷ്ണക്കുറുപ്പാ. എവിടെയാ താമസം? ഇവിടെ അടുത്താ. ജനിച്ചു വളർന്ന നാട്ടിൽ സ്വന്തം മകൻ പോക്കരുത്തരം. എനിക്ക് വളർന്നത് ചെർപ്പളശ്ശേരിയില്ല, ജോലിയായിട്ട് വന്നതാ. ചേർപ്പളശ്ശേരിയിൽ എവിടാ? പറഞ്ഞാ അറിയോന്ന് തോന്നുന്നില്ല. ചിറ്റാരിക്കൽ എന്ന് പറയും. ചിറ്റാരിക്കൽ ഒരു മാധവൻ ഉണ്ണിത്താനുണ്ടല്ലോ. ഉണ്ട്, ഞങ്ങൾ ബന്ധുക്കളാ. പക്ഷെ ഞങ്ങളാരും ഇങ്ങനെ ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് നടക്കാറില്ല. മാധവൻ ഉണ്ണിത്താൻ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, അത് കത്തിപ്പോയി. ഓഹോ, സാധാരണ തീപ്പെട്ടി കൊള്ളില്ലേ കത്താറുള്ളൂ. ഇത് തീപ്പെട്ടി കമ്പനി അങ്ങനെ തന്നെ കത്തിപ്പോയി. ഭയങ്കര തമാശകൾ പറയല്ലയോ? ഇടയ്ക്കൊക്കെ പറയും. ഇതുപോലെ വല്ലതുണ്ടോ കയ്യില്? ചെറുതായിട്ടുണ്ട്. ആ, ഈ തീപ്പെട്ടി കമ്പനി എരിഞ്ഞപ്പോ നഖശിഖാന്തം പൊള്ളി ഒരുത്തനെ ചേർപ്പളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തിയിരുന്നു 8 മാസം. അറിയോ? അറിയാം. ഒരു നാരായണൻകുട്ടി. അറിയാം. എന്റെ മൂത്ത സഹോദരന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ, ഇളയമ്മയുടെ, ചെറിയമ്മയുടെ, അമ്മാവന്റെ, നാത്തൂന്റെ മകന്റെ മകൻ നാരായണൻകുട്ടി എന്റെ അച്ഛനാണ്. ഫാദർ. ചിറ്റമ്മ. മോനെ നമ്മുടെ ബന്ധുവാ. അതെയോ ചേട്ടാ? റാസ്കൽ. പോലീസ് സ്റ്റേഷനിലാണ് ബന്ധം. അവിടെ ചുമ്മാ ഒന്ന് വരട്ടിയതാ, ഞാൻ തുറന്നു വിടാ. അന്ധകാര പ്രാന്തരത്തിൽ കഷ്ടവന്ധരെ അന്ധർനയിപ്പൂ. ഓക്കെ. ഇവിടുന്ന് പുനലൂർക്ക് വിളിച്ച എന്റെ പെങ്ങളോട് 2 വർത്താനം പറഞ്ഞാല് 31 രൂപയോ? അത് കൊള്ളാം. പെങ്ങളോട് സംസാരിക്കുമ്പോ സമയം പോകുന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കണം. ഞാൻ ആകെ സംസാരിച്ചത് 1 മിനിറ്റാ. എന്റെ സ്റ്റോപ്പ് വാച്ച് കാണിക്കുന്നത് 4.5 മിനിറ്റാ. തന്റെ ഒടുക്കത്തൊരു സ്റ്റോപ്പ് വാച്ച്. ഈ വാച്ച് പരിപാടി ഞാൻ പൂട്ടിച്ചില്ലേ എന്നതേ ഇങ്ങനെ വിളിച്ചോ? ഓ, പൂട്ടിക്കാൻ എല്ലാവർക്കും വലിയ എളുപ്പമാണ്. തുറപ്പിക്കാൻ ആരെയും കാണാറില്ലല്ലോ. മുതലാളി, അയാൾ പറഞ്ഞത് നേരാ. ഈ 20-ാം നൂറ്റാണ്ടിൽ ആരാ സ്റ്റോപ്പ് വാച്ച് വെച്ച് STD വിളിക്കുക? മുതലാളി എങ്ങനെയെങ്കിലും ഒരു കമ്പ്യൂട്ടർ വാങ്ങി. ബാങ്കിൽ നിന്ന് വായ്പ കിട്ടും. അതൊക്കെ കിട്ടും, പക്ഷെ ലൈസൻസ് നിന്റെ പേരിലല്ലേ? മുതലാളി എന്റെ പേരിൽ വാങ്ങിക്കോളൂ. മുതലാളി ജാമ്യം നിന്നാ പോരെ. മുതലാളിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല വാസു. കാര്യം ഞാൻ സുധാകരനാണെങ്കിലും ഒരുപാട് തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാ. എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ടാ. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ. ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ്. ആ, അതൊക്കെ എനിക്കറിയാം. പിന്നെ നിന്റെ ഈ മുതലാളി എന്നുള്ള വിളി അങ്ങ് നിർത്തണം. സാധിക്കില്ല മുതലാളി. എന്റെ അവസാനത്തെ ശ്വാസം പോലും ആ പേര് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും. എന്താ സാർ, ഈ രജിസ്റ്റർ ഓഫീസിലേക്കുള്ള വഴിയേതാ? രജിസ്റ്റർ ഓഫീസുള്ള വഴി എന്ന് പറയുന്നത്
നിങ്ങളോട് നേരെ പോകണം. നേരെ പോയ ഒരു ജംഗ്ഷൻ വരും, അവിടെ നിൽക്കരുത്. അവിടെ നേരെ ഇടത്തോട്ട് പോയ ഒരു ഹോട്ടലുണ്ട്, അവിടെ നിൽക്കരുത്. നിങ്ങൾ നേരെ പോവുക, അവിടെ ഒരു വർക്ക്ഷോപ്പ് കാണും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് നേരെ ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 1, 2, 3 4ാമത്തെ ബിൽഡിംഗ് രജിസ്റ്റർ ഓഫീസ്. ശരി. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ മുതലാളി. ആദ്യം ഒരു നേർവഴി, പിന്നെ ഒരു വളഞ്ഞ വഴി, ജീവിതം ക്ലീൻ. ബോണസ് വർധന നടപ്പിലാക്കുക. സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക. ഐക്യ സമര സമിതി സിന്ദാബാദ്. ബോണസ് വർധന നടപ്പിലാക്കുക. സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക. ഐക്യ സമര സമിതി സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. അങ്ങനെ അതും തുടങ്ങി. പുകയാൻ തുടങ്ങിയിട്ട് കുറെ നാളായെങ്കിലും സമരം പൊട്ടി വിരിഞ്ഞത് പെട്ടെന്നാ. ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്ന ഏക ഫാക്ടറി ആയിരുന്നു ഇത്. ഇത് പ്രശ്നങ്ങളുടെ തുടക്കേ ആയിട്ടുള്ളൂ. നിസ്സാരമായ ബോണസ് കാര്യം മാനേജ്മെന്റ് സമ്മതിച്ചു കൊടുത്താൽ യൂണിയൻ ശക്തിപ്പെടുന്നുള്ളത് ഉറപ്പാ. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ എളിയ ബുദ്ധി തോന്നിയ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. MD കുറുപ്പിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ചർച്ചയ്ക്കാണെങ്കിൽ എന്നെ മാത്രം കണ്ടുകൊണ്ട് കാര്യമല്ല, എക്സിക്യൂട്ടീവ് ഉള്ളവരെ മുഴുവൻ കാണണം. ചർച്ചയ്ക്കൊന്നും അല്ല ഇത്, വ്യക്തിപരമായ എന്തോ കാര്യം സംസാരിക്കാനാ. ചെന്ന് നോക്ക്, വിവരം എന്താണെന്നറിയാലോ. ആ വരൂ. കുറുപ്പ് പണ്ട് മക്കളുടെ ബയോഡേറ്റോടെ തന്നിരുന്നല്ലോ. ഈയിടെ ഞാനത് നോക്കി. ഇയാൾക്ക് ഇവിടെ സ്റ്റോർ കീപ്പിംഗിൽ ഒരു ജോലി കൊടുക്കാമെന്ന് വിചാരിക്കുക. ഞാൻ കുറുപ്പിനൊരു സഹായം ചെയ്തു തരുമ്പോ തിരിച്ചൊരു സഹായം ഇങ്ങോട്ടും ചെയ്യണം. കുറുപ്പ് സമരത്തിൽ നിന്ന് പിന്മാറണം. കുറുപ്പ് മാറിയാൽ പകുതി പേരെങ്കിലും കൂടെ പോരുമെന്ന് എനിക്കറിയാം. സമരങ്ങളൊന്നുമില്ലാത്ത ഫാക്ടറി എന്ന സൽപ്പേര് നമുക്ക് നിലനിർത്തണം. എന്തു പറയുന്നു? വ്യക്തി താല്പര്യത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. ഞാനത് ശീലിച്ചിട്ടില്ല. സാർ ഇവന് ജോലി കൊടുക്കണ്ട, ഞാൻ വരട്ടെ. മനസ്സിലായി. മകൻ നന്നായി കാണാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. വലിയ തത്വചിന്ത പറഞ്ഞ് മഹാനായി നടന്നിട്ട് കാര്യമില്ല. ഒഴുക്കിനൊപ്പം നീന്താൻ പഠിക്കണം. തുടങ്ങിയിട്ട് ഏട്ടനിതിൽ ഇടപെടണ്ട. നഷ്ടപ്പെട്ടത് എനിക്കാണ്. എനിക്കൊരു ജോലി ഉണ്ടാക്കി തരാൻ ഇതിലും നല്ലൊരു അവസരം അച്ഛന് ജീവിതത്തിൽ കിട്ടോ? അച്ഛൻ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കുന്നതിൽ നിനക്ക് വിഷമമില്ലായിരിക്കാം, പക്ഷെ എനിക്കുണ്ട്. നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും അച്ഛൻ ചെയ്തത് 100% ശരിയാണ്. ഇവന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ അച്ഛനെ വീട്ടിൽ സമരം പൊളിച്ചാൽ അച്ഛൻ അറിയില്ലേ? അല്ലെ ഒരു ജോലി കിട്ടുമെന്ന് ഇപ്പൊ എന്താ ഉറപ്പ്? അത് ശരി. അപ്പൊ ഉറപ്പ് കിട്ടിയിരുന്നെങ്കിൽ അച്ഛൻ മാറിയാലും ഏട്ടന് പ്രശ്നമല്ല അല്ലേ? അച്ഛനൊന്ന് മൂളിയിരുന്നെങ്കിൽ ഇന്ന് എന്റെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഉണ്ടായേനെ. അച്ഛൻ തെറിപ്പിച്ച എന്റെ ജോലി മാത്രമല്ല, എന്റെ ഭാവി ജീവിതം എല്ലാം. നിനക്കെന്താ ഭാഗമുണ്ടോ? അച്ഛാ, അച്ഛന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ഏട്ടൻ ജീവിക്കുന്ന ഒരു സ്വപ്ന ലോകത്താണ്. എനിക്കത് വയ്യ. ഞാൻ വേറൊരു മനുഷ്യനാണ്. അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ജോലിയും കിട്ടും, സമരം നടത്തിയിരിക്കും. സ്വന്തം മകനാണെന്നെങ്കിലും കരുതായിരുന്നില്ലേ? ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നീ എന്റെ മകനാണ്, ഞാൻ നിന്റെ അച്ഛനുമാണ്. പക്ഷെ ആ ബന്ധം ഇവിടെ ഈ വീട്ടിനകത്ത് മാത്രം മതി. ഉറപ്പാണല്ലോ, പിന്നെ മാറ്റി പറയരുത്. ആ ബന്ധം നോക്കാതെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ തിരിച്ചു പോ. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമൊക്കെ വീട്ടില്. പഠിച്ചിട്ടും തൊഴിൽ കിട്ടാത്തവരാ ഞങ്ങള്. മാനേജ്മെന്റ് പറയുന്ന ശമ്പളത്തിന് പണിയെടുക്കാൻ ഞങ്ങൾ തയ്യാറാ. വീട്ടിൽ പോടാ. വാദിയും പ്രതിയും തമ്മിൽ ഇവിടെ വെച്ച് അക്രമമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്താ ഇനി അതും ഇതും പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട. ഒക്കെ കഴിഞ്ഞില്ലേ? കമ്പനിയിലെ സമരവും തീർന്നു. സമരം തീർന്നത് ഞാൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഇടപെട്ടത് നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്നുകൊണ്ട് മാത്രമാണ്.
ഇല്ലായിരുന്നെങ്കിൽ 1 by 1 ആയിട്ട് കേസ് ചാർജ് ചെയ്ത് ഇവൻ ആജീവനാന്ത അകത്തിടാൻ എനിക്ക് ഒറ്റ സംഭവം മാത്രം മതി. ആജീവനാന്തം ജയിലിൽ കിടക്കണമെങ്കിൽ അതിനേക്കാൾ എളുപ്പമുള്ള വഴി എനിക്കറിയാം. പറയൂ. ഒരാളെ കൊല്ലുക, അതും സ്ഥലം സബ് ഇൻസ്പെക്ടർ ആയാൽ കൂടുതൽ നന്നായിരിക്കും. ചിറ്റപ്പ, എനിക്ക് പെട്ടെന്ന് കോടതി വരുന്നു പോണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. അമ്മണിയുടെ ഏതമ്മണി? ഇവിടെ പറഞ്ഞ ഓഹോ, അവള് ഏതോ ടെസ്റ്റിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ പോയിരിക്കുക.